ടൈമിങ്ങില് വാട്സാപ്പില് ഹുമ്മൊന്ന് ഹലോ അതല്ല ഹലോ കേക്കാം. ഹലോ കേക്കാം ആരാ? ബ്രോ ഞാൻ ടോക്കിയുടെ ലീഡറാ ലെമീറ. പറഞ്ഞു ബ്രോ പറഞ്ഞു ബ്രോ അറിഞ്ഞൂടാ നിങ്ങളുടെ കൂട്ടത്തിൽ 3-4 പേര് വന്നിട്ട് നമ്മൾ രണ്ടുപേരെ ഡൗൺ ആക്കിയായിരുന്നു. ബ്രോ ഇന്നലെ ഓൾറെഡി സിറ്റുവേഷൻ ട്രിഗർ ആയിട്ട് നിങ്ങളുടെ ലീഡർ അല്ലെങ്കിൽ കോ ലീഡർ വരുമ്പോൾ നമ്മളെ വിളിക്കാം, സിറ്റുവേഷൻ സംസാരിക്കാം എന്ന് പറഞ്ഞിട്ടാണ് ഇന്നലെ നിങ്ങളുടെ മെമ്പർ പോയത്. മെമ്പറുടെ പേര് എന്ത് സിറ്റുവേഷനാ? ഇന്നലെ ഓൾറെഡി ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു ടി വി വേഴ്സസ് ടോക്കിയോ. ഇന്നലെ സിറ്റുവേഷൻ ആയി നിങ്ങളുടെ ലീഡറിനും കോ ലീഡറിനും സിറ്റിയിൽ സമ്പർക്കം കാരണം കയറാൻ പറ്റുന്നില്ല എന്ന് നിങ്ങളുടെ ഒരു മെമ്പർ ഞങ്ങളെ വിളിച്ചു. സിറ്റുവേഷൻ ആയതിനെ സെൻസ് മനസ്സിലായില്ല. നിങ്ങളെന്തോ നമ്മളെന്തോ 3-4 പേര് അടിച്ചിട്ടതല്ലേ, അങ്ങനെ എന്തോ പറഞ്ഞത് സഹോദര. ഞങ്ങളോട് പറഞ്ഞത് നിങ്ങളുടെ ലീഡർക്ക് ഞങ്ങളുടെ ഓസി പോലെയാണ് പറഞ്ഞത്. നിങ്ങളുടെ ലീഡർക്കും കോ ലീഡറിനും സിറ്റിയിൽ കയറാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞത് കൊണ്ടാണ് എന്ന് പറഞ്ഞാണ് നമ്മുടെ അടുത്ത് ഇന്നലെ കോൾ വിളിച്ച് പറഞ്ഞത്. അപ്പൊ ഇന്ന് സിറ്റിയിൽ വരുമ്പോ അത് സംസാരിക്കാൻ വരാം എന്നാണ് പറഞ്ഞത്. അതിപ്പോ നിങ്ങളുടെ അതാ ഞാൻ അതിനെ പറ്റിയാ പറയുന്നത്. എന്ന് വെച്ചാൽ ഇന്നലെ നിങ്ങളുടെ കൂട്ടത്തിൽ ഏതോ 2-3 പേര് നമ്മളേതോ നമ്മുടെ ഗ്യാങ്ങിലെ 2 പേരെ അടിച്ചിട്ട സിറ്റുവേഷൻ ആണെങ്കിൽ അത് നമുക്ക് കണ്ടിന്യൂ ചെയ്യാൻ താല്പര്യമില്ല ബ്രോ, മനസ്സിലായോ? കണ്ടിന്യൂ ചെയ്യാൻ താല്പര്യം ബ്രോ. സിറ്റുവേഷൻ ഓൾറെഡി ട്രിഗർ ആയി ഇതായിട്ടിരിക്കല്ലേ. പോലും വന്നില്ല. ഇപ്പൊ നമുക്ക് കറന്റ് സിറ്റുവേഷൻ ആണ് KVP ആയിട്ട്. അത് എന്റെ ചെയ്തിട്ട് വേണേ വരാം. ഇല്ല, KVP ഓൾറെഡി ഞങ്ങൾ KVP വിളിച്ചായിരുന്നു ബ്രോ. അവർക്ക് സിറ്റുവേഷൻ എടുക്കാൻ താല്പര്യമില്ലെന്നാണ് അവര് പറഞ്ഞത് ഞങ്ങളുടെ അടുത്ത്. ഇപ്പൊ നമ്മൾ ഒരാളെ ഹോസ്റ്റേജ് വെച്ചായിരുന്നു. നമ്മളെ 2 പേരെ കൊന്നായിരുന്നു. ഇപ്പൊ ഫയറിംഗ് നടന്നുകൊണ്ടിരിക്കുക ബ്രോ, ഓൺ ഗോയിങ് ആണ്. ഇല്ല ബ്രോനിപ്പോ ബ്രോനിപ്പോ ലൈക്ക് എന്താ സംസാരിക്കണം എന്ന രീതിയാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ സംസാരിക്കാം ബ്രോ. ലൈക്ക് എങ്ങനെ എവിടെയെങ്കിലും വരണം ആ രീതിക്കാണോ ബ്രോ? നമ്മുടെ മെമ്പേഴ്സ് ഇഷ്യൂ ഉണ്ടായ ആൾക്കാരും നിങ്ങളുടെ ഇഷ്യൂ ഉണ്ടായ ആൾക്കാരും തമ്മിൽ സംസാരിക്കാം. അത് ഇന്നലെ തന്നെ എന്തോ നിങ്ങളുടെ സൈഡിൽ നിന്ന് ഫയറിംഗ് നമ്മൾ 2 പേര് ഡൗൺ ആയെന്നാ പറഞ്ഞത്. അതെന്തായാലും നമുക്ക് കണ്ടിന്യൂ താല്പര്യമില്ല ബ്രോ, മുന്നോട്ടുണ്ടാൻ താല്പര്യമില്ല എന്തായാലും. അതാ ഞാൻ പറയാൻ അതിന്റെ ഇതിപ്പോ ലീഡറോടല്ലേ സംസാരിക്കണം അതോ വേറെ ആരിലോടാണോ? എന്നോട് സംസാരിക്കണേ ബ്രോ. ഇത് നിങ്ങളെ ഇപ്പം സിറ്റുവേഷൻ ട്രിഗർ ആയത് ഇപ്പം നിങ്ങൾ നിങ്ങളുടെ സൗകര്യം മാത്രം നോക്കിയാ പോരല്ലോ ബ്രോ. നമുക്ക് നമ്മുടെ ഉണ്ടല്ലോ. അല്ല ബ്രോ പറഞ്ഞു വരുന്നത് എന്താണ്? ഇപ്പൊ ബ്രോഡ് ആരെങ്കിലും നമ്മൾ പഠിച്ചിട്ടോ എന്തെങ്കിലും ചെയ്തായിരുന്നോ ബ്രോ? ഞാൻ ഒരു എക്സാമ്പിൾ നമ്മുടെ സൈഡിൽ എന്ത് ട്രിഗറിങ് ഉണ്ടായേക്കുന്നേ? എടാ ഇന്നലെ സിറ്റുവേഷൻ ഉണ്ടായിരുന്ന ആരെന്ന് വെച്ചാൽ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തടാ എന്താണെന്ന്. എടാ ഇന്നലെ സിറ്റുവേഷൻ ഉള്ളവരും ഞാനടാ ഒരു മിനിറ്റ് പറയണ. സിറ്റുവേഷൻ എന്താണെന്ന് പറഞ്ഞു കൊടുത്തടാ. ഇന്നലെ അവൻ വന്നിട്ട് സിറ്റുവേഷൻ നമ്മുടെ അടുത്ത് ഇങ്ങോട്ട് കഴിഞ്ഞാൽ അവൻ തന്നെ ഫയറിംഗ് സ്റ്റാർട്ടായപ്പോ നമ്മൾ അടിച്ചിട്ടപ്പോ അവൻ നോക്കായി കിടന്നപ്പോ TV കണ്ടികള് തീട്ടം വാരി അതോലോകള് പോയി നക്കി കൊറ മറ്റേത് നോക്കായി കിടന്നപ്പോ എന്ത് അടിച്ച് കഴിഞ്ഞിട്ടാണ് അവൻ അവനങ്ങനെ പറഞ്ഞോണ്ടിരിക്കണേ. അപ്പൊ നമുക്ക് അങ്ങനെ നമ്മളെ കണ്ടികളൊന്നും ഇതൊക്കെ വിളിക്കുന്നവരെ വെറുതെ ഇടാൻ പറ്റുമോ? നിങ്ങൾക്ക് ചിലപ്പോ വന്നിട്ട് പറയുക അവൻ എന്നെ പറഞ്ഞു എന്ന് പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ലല്ലോ. ബ്രോ നിങ്ങൾ അടിച്ചിട്ട് ലാസ്റ്റ് ഇനി അടിക്കണോ വേണ്ടയോ എന്ന് പറയുന്ന തീരുമാനം ഇല്ല ബ്രോ. കാരണം വെച്ചാൽ പീഡിയായിട്ടുള്ള സിറ്റുവേഷന്റെ ഇടയിൽ കയറി വന്നിട്ട് ഞാൻ പീഡിയാണെന്ന് പറഞ്ഞിട്ട് ഇന്റർഫിയർ ചെയ്തിട്ട് എടുത്ത സിറ്റുവേഷൻ ആണ് ബ്രോ. പീഡിയാണെന്നുമായിട്ട് നിങ്ങളുടെ കൂടുതലുള്ള മെമ്പേഴ്സ് ഇന്റർഫിയർ ചെയ്തത്. അത് നിങ്ങളുടെ ലൈക്ക് ബ്രോ എന്നെ ജസ്റ്റ് മെമ്പേഴ്സിനോട് ചോദിച്ചാൽ മതി. പീഡിയുടെ സിറ്റുവേഷനിൽ പീഡിയാണെന്ന് പറഞ്ഞിട്ടാണ് ഇന്റർഫിയർ ചെയ്തേക്കുന്നത്. ആ പുള്ളിയാണ് പീഡിയാണെന്ന് പറഞ്ഞിട്ടാണ് ഇന്റർഫിയർ ചെയ്തേക്കുന്നത്. പീഡിയായിട്ടുള്ള സിറ്റുവേഷന്റെ ഇടയിൽ പീഡിയാണെന്ന് പറഞ്ഞിട്ടാണ് ഇന്റർഫിയർ ചെയ്തേക്കുന്നത്. ബ്രോയുടെ അടുത്ത് പറഞ്ഞ കാര്യമല്ലേ. അപ്പൊ നമുക്കിത് സംസാരിക്കണം. നമ്മളെ ഇങ്ങനെ തീട്ടമാര് അതോ ലോകമൊക്കെ നിങ്ങളുടെ കേക്കാവോ? ഇപ്പൊ കറന്റ് ഞങ്ങളൊരു സെനാരിയോയിലാണ്, മനസ്സിലായി. ഫയറിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഞാൻ ബ്രോനെ വിളിക്കാം. ബ്രോ ഇനി വെയിറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അടി അവരുടെ മേടിക്കും ഞങ്ങളുടെ മേടിക്കും. ഞങ്ങൾ അങ്ങോട്ട് വരുവാ. സിറ്റുവേഷൻ ഇതായിട്ട് പോകണ്ടാ. ഇതാക്കിട്ട് പോകണ്ട. വണ്ടി എടുത്ത് നിങ്ങൾ ഇറങ്ങി കഴിഞ്ഞാല് വണ്ടിയിൽ നിന്ന് അധികം ദൂരം പോകരുത്. ഇറങ്ങാ, അടിക്കുക, ടയർ പൊട്ടിക്കുക, തിരിച്ച് വണ്ടി കയറുക കേട്ടോ. ഓക്കെ. നിങ്ങൾ ടയറിൽ എയിം ചെയ്താൽ മതി, ആളെ പോലെ എയിം ചെയ്യണമെന്നില്ല. തൊട്ട് ക്ലോസിലുണ്ടെങ്കിൽ മാത്രം ആളെ എയിം ചെയ്താൽ മതി. ഓക്കെ. എടാ ആദ്യം ഉണ്ടാക്കി വെച്ച സിറ്റുവേഷൻ തീർത്തിട്ട് പോവാന്ന് പറയടാ. വേറെ ഒന്നും കണ്ടല്ല. നമ്മളിപ്പം ഇനിഷ്യൽ സിറ്റുവേഷനിൽ അവരെ അടിച്ച് കൊന്ന് കത്തിച്ചു.
ആ ചത്തവരുടെ തീരുമാനമാണ് ആ സിറ്റുവേഷൻ കണ്ടിന്യൂ ചെയ്യണോ വേണ്ടയോ എന്നുള്ളത്. മനസ്സിലായോ? അപ്പം നമ്മളിപ്പോ പോയി അടിക്കുമ്പോഴത്തേക്ക് അവന്മാർ ഡ്രോപ്പ് ചെയ്ത സിറ്റുവേഷൻ നമ്മൾ ഓൾറെഡി ഒന്ന് കത്തിച്ചതാ. അത് നമ്മൾ വീണ്ടും എക്സ്റ്റെൻഡ് ചെയ്തോണ്ടിരിക്കും. അല്ല അപ്പൊ ഇത് ഇന്നലെ നമ്മടത്ത് ഇങ്ങനെയല്ല പറഞ്ഞത്. നമ്മടത്ത് ഇന്നലെ ഓപ്ഷി പോലെയാ പറഞ്ഞത്. ലീഡർക്കും കോ ലീഡർക്കും സിറ്റി കയറാൻ പറ്റുന്നില്ല, ലോഡ് ആവുന്നില്ല, അഡ്മിനോട് പോയി സംസാരിച്ചെന്ന്. അത് മനസ്സിലായി വാസവനെ. അതിന് നമ്മൾ ഇന്ന് അവന്മാരെ അടിച്ചു കൊന്ന് കത്തിച്ചില്ലേ? ഇല്ല കത്തിച്ചിട്ടില്ലെന്ന് തോന്നുന്നു. ഇവരോട് ചോദിച്ചേ, എടാ ഇവന്മാരെ അടിച്ചു കൊന്ന് കത്തിച്ചോ? കത്തിച്ചെങ്കിൽ ഇപ്പൊ എടുക്കാൻ പറ്റത്തില്ലെന്നാ പറയണേ. കത്തിച്ചോ? അത് കൊന്ന് കത്തിച്ചാലും അതായത് അത് പ്രീവാറായിട്ട് എടുക്കാൻ പറ്റത്തില്ല. അത് അവരാണ് എടുക്കേണ്ടത്. പ്രീവാർ വേണോ വേണ്ടോ തീരുമാനിക്കേണ്ട അവരാണ്. അപ്പൊ എന്താ ചെയ്യണ്ടേ? നമുക്ക് അടിക്കണമെങ്കിൽ അടിക്കാം. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, അത് വേറെ രീതിയിൽ വരുമ്പോൾ നമുക്ക് പണിയായിട്ട് വരും. അത് നമുക്ക് ഏണിയായിരിക്കും. അത് That's the thing. മനസ്സിലായോ? അതാണ് പ്രശ്നം. പിന്നെ അവന്മാരെ വിളിച്ച് സോറി വല്ലതും പറയാൻ പറയണം. അപ്പൊ അവന്മാര് പറ്റൂല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ എടുത്തോളാം. അത് വേറെ സിറ്റുവേഷൻ ആയിട്ട് എടുക്കാൻ പറ്റും. അത് വളരെ വാസം ട്രൈ ചെയ്ത് നോക്കാം. എന്നാ മന്ദാര നീ ഈ നമ്പറിൽ വിളിച്ചിട്ട് ഒരു സോറി പറയാൻ പറ. നീ സ്പീക്കർ ഇടുന്നുണ്ട്. ഈ നമ്പറിൽ വിളിച്ചിട്ട് ഒരു സോറി പറഞ്ഞാൽ നമ്മൾ സിറ്റുവേഷൻ ഡ്രോപ്പ് ചെയ്യാൻ പറ. അവരോട് തന്നെ സംസാരിക്കും. അവന്റെ പേര് ഡാമിയോൻ ഗുറെന്ന് എന്തോണോ പറഞ്ഞത്. 86101765 86101765. TV കണക്ട് 97 ഇട്ടേക്കണം. ഒരു മിനിറ്റ്. ഹലോ ബ്രോ. ബ്രോ നിങ്ങള് വാർച്ചാറ്റ് ഒരു സോറി ഇടുകയാണെങ്കിൽ ഞാൻ ടി വി വിളിക്കാം ബ്രോ. ടി വി മദാര വെച്ചാണ് ബ്രോ. എടാ അമ്മാരെന്ത് പറഞ്ഞു മന്ദാര? കേക്കാവോ ബ്രോ? ഇപ്പൊ കേക്കാവോ? നിങ്ങൾക്ക് സെനാനെ പറ്റി അറിയാനാണെങ്കിൽ കാര്യം പറ്റാം. നമ്മളിപ്പോ ഒരു ഫൈറ്റ് സിറ്റുവേഷനിൽ നിൽക്കുവാണ്. ബ്രോന് വേണമെങ്കിൽ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ മീറ്റിംഗോ എന്താ വെച്ചാൽ അറേഞ്ച് ചെയ്ത് സംസാരിക്കാം. ഇപ്പൊ കറന്റ് സെനാരി നിൽക്കുവാണ്. ഇപ്പൊ എന്തായാലും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ഞങ്ങൾക്ക്. ഓക്കെ, കാരണം നമുക്കിപ്പം മൾട്ടിപ്പിൾ എടുക്കാൻ വയ്യ. അതുകൊണ്ടാണ് ഇത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ഞാൻ വേണമെങ്കിൽ മീറ്റിംഗ് ഇടാം. ഇത് പെട്ടെന്ന് തീർത്തിട്ട് പറയാം. ഓക്കെ, ഇത് കഴിഞ്ഞിട്ട് മീറ്റിംഗ് ഇടാമോ? അല്ല, ഇത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ സംസാരിക്കുകയാണെങ്കിൽ നമുക്ക് സംസാരിക്കാൻ വരാം. അല്ലാതെ ഇപ്പം കറന്റ് എന്തായാലും പറ്റത്തില്ല. ഇപ്പൊ നമുക്ക് കറന്റ് സിറ്റുവേഷനിലാണ്. മനസ്സിലായോ? എന്നാ ബ്രോ ഒരു സോറി കിട്ടോ? കുഴപ്പമില്ല ബ്രോ. അതാ പറഞ്ഞേ, നമ്മൾ ഓൾറെഡി ബ്രോ ഞാൻ ചോദിക്കട്ടെ ബ്രോ, നിങ്ങള് വന്ന് നമ്മുടെ 3-4 മെമ്പേഴ്സിനെ കൊന്നു കത്തിച്ചു. നമ്മളത് ഒന്നും പറഞ്ഞിട്ട് നമ്മൾ സിറ്റുവേഷൻ ഡ്രോപ്പ് ചെയ്യുകയാണെന്നാണ് പറഞ്ഞത്. നമുക്ക് താല്പര്യമില്ല. മനസ്സിലാവുന്നുണ്ടോ? നമ്മളിപ്പോ കറന്റ് വേറൊരു സെനാരിയിലാണ്. ഇത് കംപ്ലീറ്റ് ചെയ്തിട്ട് ബ്രോന് വേണമെങ്കിൽ അതാ പറയുന്നേ, ബ്രോനേതായിട്ട് വേറെ വല്ല പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്ക് സംസാരിക്കാം. ഞാൻ പറഞ്ഞത് മനസ്സിലാവുന്നുണ്ടോ? പക്ഷെ ഇത് കഴിഞ്ഞിട്ട് ഇപ്പൊ നമുക്ക് കറന്റ് വേറെ സെനാരിയിലാണ്. മനസ്സിലാവുന്നുണ്ടോ പറഞ്ഞത്? എന്ത് സെനാരിയിലാണ്? അതാ പറഞ്ഞ നമ്മള് വേറൊരു ഗ്യാങ് ആയിട്ട് സിറ്റുവേഷനിലാണ്. ഫൈറ്റ് ഓൺ ഗോയിങ് ആണ്. അതാണ്. ഓക്കെ. നമ്മള് പിന്നെ അടിച്ചത് പിന്നെ എന്തായിരുന്നു? മറ്റേ അതാ പറഞ്ഞേ അത് നമുക്ക് താല്പര്യമില്ല, നമ്മൾ ഡ്രോപ്പ് ചെയ്യണമെന്ന് പറഞ്ഞല്ലോ. നിങ്ങൾ അടിച്ചു, ഫൈൻ. മനസ്സിലാവുന്നു? നമ്മള് താല്പര്യം, നമ്മൾ ഡ്രോപ്പ് ചെയ്യണം. മനസ്സിലാവുന്നുണ്ടോ പറഞ്ഞു? ബ്രോയുടെ ഗ്യാങ്ങിൽ 8 പേരെടുത്ത് മറ്റേ അതാ പറയണേ, ഇത് ചോദിക്കാൻ വരണോ വേണ്ടയോ എന്നുള്ളത് ഞങ്ങളുടെ ഇഷ്ടമാണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ നമുക്ക് എന്തായാലും താല്പര്യമില്ല. നമുക്കൊരു ക്ലാരിഫിക്കേഷൻ വേണ്ടേ? നിങ്ങൾ വേണമെങ്കിൽ ഞങ്ങൾ ഇപ്പൊ ഈ ഫൈറ്റ് സിറ്റുവേഷൻ കഴിഞ്ഞിട്ട് മീറ്റിംഗ് സംസാരിച്ച് ഡയറക്റ്റ് സംസാരിക്കാം. ഓക്കെ ഓക്കെ, നമ്മൾ വെയിറ്റ് ചെയ്യാം. എന്നോടാ ഹലോ ഓക്കെ അല്ലേ? ഇപ്പൊ അവന് വേണ്ടല്ലേ നീ കൊടുത്തിട്ട് വന്നേ? അല്ല അവൻ ഇപ്പൊ വിളിക്കാന്ന് പറഞ്ഞു. അവനിപ്പോ ഓൾറെഡി പറഞ്ഞില്ലേ, അവൻ എന്തായാലും ഈ ഫൈറ്റ് കഴിഞ്ഞാൽ വിളിച്ചേ പറ്റത്തുള്ളൂ. മനസ്സിലായോ? പ്രീവാർ ആ പ്രീവാർ കഴിഞ്ഞിട്ട് അവര് വാറടിക്കും. നമുക്ക് വെയിറ്റ് ചെയ്യാം ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. എന്നിട്ട് അവനെ വിളിക്കാൻ വന്നോടാ. അവന്റെ ഒരു സിനാരിയോ അവന്റെ 8 പേര് എടുത്തിട്ട് തല്ലി വിട്ടിട്ട് അവൻ പറയാം ഞാൻ വേറെ സിനാരിയോയിലാണ്. അതിന്റെ ഇടയ്ക്ക് വന്നാലല്ല അടിച്ചിട്ടാ നിങ്ങളുടെ 8 പേരെ അണ്ടി വല്ലുന്ന പോലെ തല്ലിട്ട് നിനക്കൊന്ന് ചോദിച്ചുവിടണം.
അതെന്റെ താല്പര്യം, നമുക്കൊരു താല്പര്യമില്ല. അതെന്താ താല്പര്യമല്ലേ ബ്രോ? എന്റെ അമ്മോ. അടിക്കട്ടെ ബ്രോ നിങ്ങൾ ഈ സിറ്റുവേഷൻ ഒന്ന് ഡ്രോപ്പ് ചെയ്യോ ബ്രോ? അല്ലാതെ നമുക്ക് ഇത് എടുക്കാൻ പറ്റത്തില്ല എന്നാണ് അവര് പറയണത്. നമ്മൾ 2-3 ദിവസമായിട്ട് നിൽക്കുവോ ഇതിന് പുറകില. ഇത് ഓൾറെഡി നമ്മളിത് ഡ്രോപ്പ് ചെയ്തതാണ്. ലൈക്ക് ഇത് നമ്മൾ അവരെ ഡൗൺ ആക്കി വെച്ചിരിക്കുന്നത്. അവരാണ് ഇനി ഡിസൈഡ് ചെയ്യേണ്ടത് ഡ്രോപ്പ് ചെയ്യണോ വേണ്ടേ എന്നുള്ളത്. അതാണ് ഇതിൽ പ്രശ്നം. നമുക്ക് തന്നെയാണ് പ്രശ്നം. നമ്മളവരെ അടിച്ചിട്ടേക്കുക. നമുക്ക് ഇപ്പോഴും അടിക്കണമെന്ന് താല്പര്യമില്ല ഈ അടിയാണ്, സത്യം പറയുകയാണെങ്കിൽ. ഞങ്ങൾ അതാ നിങ്ങളോട് എടുത്തോളാ പറഞ്ഞത്. പക്ഷെ ഇവര് നമ്മുടെ അടുത്ത് പറയണത് ഈ സെയിം റീസൺ ആണ് ബ്രോ. നമ്മൾ ഇവരെ അടിച്ചിട്ടേക്കും. അപ്പൊ ഇവർക്ക് നിങ്ങളുള്ളതുകൊണ്ടാണ് നമ്മളടുത്ത് വരാത്തതെന്നാണ് ഇവര് പറയണത്. ബ്രോ ഒരു കാര്യം ചെയ്ത ബ്രോ, അവര് പറഞ്ഞാ കേൾക്കണത്. നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിച്ചില്ലേ? നടന്നില്ലെങ്കിൽ അവരെ കണ്ടടിച്ചോ. നമ്മളിപ്പോ അതന്നെ ചെയ്തത്. വെയിറ്റ് ഞാൻ ഒരു കാര്യം പറയട്ടെ ബ്രോ. അവരെ ഐഡിയ എന്ന് വെച്ചാ ഇപ്പം നിങ്ങളെയും വിളിച്ച് നമ്മളെയും വിളിച്ച് ഫ്രീ ഫയർ കളിപ്പിക്കും. അത് കഴിഞ്ഞിട്ട് അവർക്കാണ് മീറ്റിംഗ് വിളിക്കാനുള്ള ഇത്, മനസ്സിലായി? അപ്പൊ നമ്മളെ മീറ്റിംഗ് വിളിച്ചിട്ട് നിങ്ങളെ ഒഴിവാക്കും. അതാണ് അവന്മാര് ട്രൈ ചെയ്യുന്നത്. അതെ അതാണ്. അപ്പം നിങ്ങള് അപ്പൊ ഈ വാട്സാപ്പില് ഈ സിറ്റുവേഷൻ എടുക്കാൻ ഞങ്ങൾ ഡ്രോപ്പ് ചെയ്യണമെന്നെല്ലാം പറഞ്ഞാൽ അത് ഇതാവോ? നിങ്ങളായിട്ടാണ് ആദ്യം എടുത്തത്. അപ്പൊ നിങ്ങൾക്ക് എന്നും ചെയ്യാം, അഡ്മിനെ വിളിക്കാൻ എന്നും പറയാം. ഓക്കെ നമ്മളവരെ ഡൗൺ ആക്കിയതുകൊണ്ട് അവരാണ് ഇനി ഡിസൈഡ് ചെയ്യേണ്ടത് ഡ്രോപ്പ് ചെയ്യണോ ദൈവത്തിനോട് കമ്മ്യൂണിക്കേറ്റ് പറഞ്ഞാൽ ചിലപ്പോ നടക്കുമായിരിക്കും. ഓക്കെ ഞങ്ങൾ അതൊന്ന് സംസാരിക്കട്ടെ ബ്രോ. ഒന്ന് സംസാരിച്ചോളൂ. അപ്പൊ ഐഡിയ എന്താ? ഒരു സൂപ്പർ ഐഡിയ പറഞ്ഞുതരാം. KVPയോട് മീറ്റിംഗ് ചോദിക്കുക. അവര് നമ്മളും കൂടെ ഒരുമിച്ച് പോയി ഒരിടത്ത് നിൽക്കുക. KVPനെ തല്ലാൻ ഇവന്മാര് വരും. വന്ന് വെക്കുന്ന വെടിയിൽ ഒരെണ്ണമെങ്കിലും നമ്മുടെ ദേഹത്ത് കൊള്ളു. കൊണ്ടു കഴിഞ്ഞാ പിന്നെ നോക്കി നിക്കണോ? ഏതാ അപ്പ ബുദ്ധി? അത് വേറൊരു സിറ്റുവേഷൻ അല്ലേ? അപ്പൊ നിങ്ങളെ ഞാൻ ഇനി വേറൊരു ഗ്യാങ്ങിലേക്ക് വിടുവില്ല, പ്രത്യേകിച്ച് നമുക്ക് ഓപ്പോസിറ്റ് ഉള്ളവര്. ഇത് മനുഷ്യന്മാരൊക്കെ ഇങ്ങനെയൊക്കെ ചിന്തിക്കുവോ? അങ്ങനല്ലേ ഇത് സിറ്റുവേഷൻ കണ്ടുപിടിക്കണ്ടേ, വഴി കണ്ടുപിടിക്കണ്ടേ? എടാ അപ്പാപ്പനൊരു ഐഡിയ പറയണത്. നിങ്ങൾ നോക്ക്, അത് വർക്കാവോന്ന് പറ. ഞാനാണോ? എടാ പിള്ളേരെ, അതെ നമുക്ക് KVPയോട് ഒരു മീറ്റിംഗ് ചോദിക്കാം. എന്നിട്ട് അവിടെ പോയി നമുക്ക് അവരോട് സംസാരിച്ചോണ്ട് നിക്കാം. ഇവന്മാരെന്തായാലും KVPനെ തപ്പി വരുമല്ലോ. അവര് വെക്കുന്ന KVPനെ വെക്കുന്ന വെളിയിൽ ഏതെങ്കിലും ഒരെണ്ണമെങ്കിലും ഉന്നമില്ലാതെ നമുക്ക് കൊള്ളുമല്ലോ. നമ്മുടെ ദേഹത്ത് ബുള്ളറ്റ് കൊണ്ട് പ്രശ്നമല്ലേ? ഏത് പരിസരത്തോട്ട് വരത്തില്ല. ഇപ്പൊ നമ്മളെടുത്ത് പറയണ മുമ്പേ അവര് അറിഞ്ഞേ. അപ്പൊ റേഡിയോ പറയണ അത് മൈക്രോ സെക്കൻഡ് ഡിലേ പോലും ഇല്ല. മിക്കവാറും എന്റെ അടുത്ത് കളയും കേട്ടോ. പ്ലാൻ മാത്രം പറഞ്ഞേ. ഇത് എന്തിനാ റേഡിയോ പറയുന്നത്? ഇല്ല ഞാൻ പിന്നെ തലത്തില്ല നല്ലല്ലേ? തല്ലാതോ? ഇതൊക്കെ എപ്പോ അറിഞ്ഞില്ലല്ലോ ഒന്നും. എല്ലാരും ഇതല്ല പിള്ളേര് ഇതേ ആരെ കിട്ടാത്തത് കാക്ക എവിടെ വെച്ചിട്ടുണ്ടോ? ഓ അത് വേറെ ആരാണ്? പതുക്കെ ഇങ്ങനെ നിരീക്ഷിക്കാം അവരെന്താ ചെയ്യുന്നത്. അപ്പൊ നമ്മളെ കാണുമ്പോഴത്തേക്ക് അവന്മാരെന്താ പാനിക് ആവും. നമ്മളിപ്പൊ പൊട്ടിക്കും പക്ഷെ നമ്മള് പൊട്ടിക്കത്തില്ല. നിങ്ങൾ പണ്ട് TV അടിക്കാൻ വേണ്ടി ഇതൊക്കെ നിങ്ങളുടെ പ്ലാൻ അല്ലേ? ബാക്കിലോട്ട് എന്തുവായത്? അപ്പൊ നമ്മൾ അറ്റാക്കിങ് ആയോ? അതെ നമ്മളിപ്പോ അറ്റാക്കിങ് ആണ്. ദൈവം നമ്മളെ ദൈവം പറഞ്ഞല്ലേ പിന്നെ ഒരു ദിവസം ഇവിടെ 10 സിറ്റുവേഷനൊക്കെ നടക്കുന്നത് ഒരുമിച്ച്. അതിൽ ഏതോ ഒരെണ്ണത്തിന് പറഞ്ഞ് നമ്മള് നോക്കിയാൽ നല്ല രസമായിരിക്കും കേട്ടാ. അതാണ് എന്റെ പേടി. അവിടെ വല്ല കാണുന്നുണ്ടോ? ഫൈറ്റ് എടുക്കല്ലേ. ചുമ്മാ അടുത്തേക്ക് നിന്നാ മതി. നമ്മളിങ്ങനെ പറയുന്നില്ല. അപ്പൊ അമ്മമാരെ നമുക്ക് ഇങ്ങനെ പറയുന്നില്ല. ചുമ്മാ ചൊരണ്ടാവേ. ചൊരണ്ടിയാ മതി. നിങ്ങൾ ചൊറിഞ്ഞാ മതി. ചുമ്മാ വണ്ടി ഇടിക്കല്ലേ, കൊണ്ട് പിറ്റിയല്ലേ? ഇടിക്കല്ലേ. ആരെങ്കിലും ചോദിച്ചു സംസാരിക്കാൻ പറഞ്ഞത് പറഞ്ഞാൽ മതി.
അല്ല അപ്പൊ ഞാൻ സാധാരണ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായാലും എടുക്കല്ലെന്നേ പറയുള്ളൂ അപ്പൊ അല്ലെ നമ്മള് ബാക്ക് ഓഫ് ചെയ്യുള്ളൂ. ഇതങ്ങനല്ല. ഇത് പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവന്മാർക്ക് ചൊറിച്ചിലുണ്ട്. ഇവന്മാർക്ക് ഒന്ന് ഈ സിറ്റുവേഷൻ എന്റെ പാക്കണം അല്ലെങ്കിൽ കണ്ടിന്യൂ അല്ല. എനിക്ക് ഇവന്മാരുടെ അടുത്ത് സിറ്റുവേഷൻ എടുക്കണം എന്നുള്ളൊരു തോട്ടില്ല. ഒരു സീൻ എന്ന് പറഞ്ഞാൽ ഇത് തീർത്തില്ലെങ്കിൽ ഇത് ലൂപ്പ് ആയിക്കൊണ്ടിരിക്കും. ഞങ്ങള് മേളിൽ കയറിയേ. ഞാനൊന്ന് വെയിറ്റ് ആവാൻ പോവാ. ദൂരത്താണ് പാനിക്കോള വരാ. വെയിറ്റ് വെയിറ്റ്. ഞങ്ങൾ ഓൾറെഡി മേളിൽ കയറി നിപ്പുണ്ട്. അവരൊന്ന് മേളിൽ കയറട്ടെ. മേളിൽ കയറി അവര് മേളിൽ കയറി ബാൽക്കണി ആളുണ്ട്. You are not allowed to hold building roof or building for more than 5 minutes. അവർക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റൂല. അവിടെ പയ്യെ കളിച്ചാൽ മതി. അയക്കോ ഡൗൺ ആയാ ഡൗൺ ബുള്ളറ്റോന്നില്ല എനിക്ക്. അയ്യോ ഡൗൺ ഡൗൺ. നൈസ് റാ. ഞാൻ തോട്ടാക്കി കയറാൻ പോയി. എനിക്കൊന്നും വയ്യ. താഴത്തോട്ടം നൈസ് റാ. പയ്യെ കളി പയ്യെ കളി. ഗണ്ണെടുക്കാതെ ഓടുന്നേ. ഇതെന്ത് പറയും? വഴിയൊന്നും കാണുന്നില്ലല്ലോ. അടിയിലുണ്ടാവേ. അടിയിൽ മറ്റേ അടി കാണുവേ. അടി കാണുവേ. തീർന്നിട്ടുണ്ടാവില്ല. ഈ അടിയിലോട്ട് പോണ വഴി ഏതാ? 1 down 2 down 3 down 4 നോക്കിയോ. ഇരിപ്പുണ്ടാവുമായിരിക്കും. ഇവിടെ ആരുമില്ല. ഇവിടെ 7 പേര് ഡൗണാ. ബാക്കി വണ്ടി ബാക്കപ്പ് വരാത്തോണ്ട് അവന്മാര് പേടിച്ചിനകത്ത് കേറില്ല. സംഭവം പറയട്ടെ. ഞാൻ പറയട്ടെ. അവന്മാര് ആദ്യമേ കത്തിയില്ല. നമ്മള് കുറെ നേരം കത്തിച്ചു വിട്ടില്ല. അവന്മാര് തിരിച്ച് കേറിയില്ല. മനസ്സിലായ? അതാണ് അവന്മാര് ഉദ്ദേശിച്ചത്. അയ്യോ വഴിയൊന്നും കാണുന്നില്ലേ? പുറത്തോട്ട് പോകാനുള്ള വഴി ഇവന്മാരെ കത്തിച്ചു വിട്ടോ കേട്ടോ. കത്തിച്ചു വിട്ടോ. കത്തിക്കണ്ട 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 കിടക്കട്ടെ. അത് ഞാനേ ഈ വണ്ടി ഇവന്മാരുടെ വണ്ടി ഓടിക്കണേ. ഇന്നത്തെ ഫുള്ള് തീരുമാനം അപ്പാപ്പന്റെ ആണേ. അപ്പാപ്പന്റെ തീരുമാനത്തിലാണ് നമ്മള് ഇന്നത്തെ ഞാൻ ഫുൾ അപ്പാപ്പന് വിട്ടുകൊടുത്തേക്ക്. ഓൾ ഡൗൺ ഇട്ടിട്ട് ഹോസ്റ്റേജ് ഓവായിട്ടുണ്ടോ? അല്ല ഇവൻ എങ്ങനെ പറഞ്ഞു നമ്മൾ ഹോസ്റ്റേ എടുക്കുന്ന കാര്യം? അല്ല നമ്മൾ ഓൾ ഡൗൺ ചോദിച്ചായിരുന്നോ? വാർച്ചാറ്റിൽ ഇടുന്ന ഞങ്ങളോട് സംസാരിച്ച പോലെ. ഹലോ നമ്മള് ഹോസ്റ്റേജ് എടുത്ത് നിൽക്കായിരുന്നു. ഹലോ 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 ഡേയ് ഹലോ ഹലോ. എന്നോട് ചോദിക്കുവാണെങ്കിൽ അപ്പാപ്പ ധൈര്യം വാർച്ചാറ്റിലെ കൊണ്ട് ഇടാ പാപ്പ. ഇങ്ങോട്ട് കൊണ്ടുപോടാ മറ്റേ ബോഡി എടുത്തോണ്ട്. ഹലോ അഡ്മിൻ വന്നു. ഒരാൾ ഇങ്ങോട്ട് വരാം. എന്റെ പിങ്ങിലോട്ട് ഒരാള്. ഇവരെ ഗണ്ണം ചെയ്ത് വെച്ചേട്ടാ. ദൈവം എന്നൊക്കെ പറഞ്ഞ് ഓടിക്കളാം ഇവന്മാര്. പ്രീവാറാണെങ്കിൽ സിറ്റിയിലുള്ള അത്രയും പേര് വരണ്ടേ? അതെ. ഇപ്പൊ 7 പേര് മാത്രമേ ഇവിടെ വന്നിട്ടുള്ളൂ. സോ എനിക്ക് തോന്നുന്നു ഇനിഷ്യൽ സിറ്റുവേഷനിൽ ആദ്യമേ 7 പേരെ നമ്മൾ ഡൗൺ ആക്കിയായിരുന്നു, കത്തിച്ചായിരുന്നു. അതിന്റെ ബാക്കിയുള്ള 7 പേരാ വന്നിരിക്കുന്നതെന്നാണ് എന്റെ വിശ്വാസം. ബാക്കി ഇവരുടെ ഗ്യാങ് മെമ്പേഴ്സ് കമ്മിറ്റ് ചെയ്തിട്ട് എടുത്തിട്ടുമില്ല. അവര് പ്രീവാറെന്നാണ് പറഞ്ഞത്. ഇല്ല പ്രീവാറല്ല, പ്രീവാറായിട്ടില്ല. 7 പേര് വെച്ച് പ്രീവാർ എടുക്കണേ. 7 പേരല്ലല്ലോ. അതെ, ദൈവത്തിന് അറിയാലോ. പ്രീവാറിന് ഇവിടെ 15 പേരുണ്ടെങ്കിൽ 15 പേര് വരണ്ടേ? സിറ്റിയിലുള്ള അത്രയും പേരും പറഞ്ഞു. അത്ര പേര് വന്നിട്ടില്ല. 7 പേരെ നമ്മൾ ഡൗൺ ആക്കിയിട്ടുള്ളൂ. നമ്മൾ അവരോട് പറഞ്ഞു ഓൾറെഡി കാര്യം പറഞ്ഞു. അതായത് സിറ്റിയിലുള്ള അത്രയും പേര് പ്രിവാറി പാർട്ടിസിപ്പേറ്റ് ചെയ്യിക്കണം. അറ്റ് എ ടൈം ഒരു ഗ്യാങ്ങിന്റെ അടുത്ത് സിറ്റുവേഷൻ കണ്ടിന്യൂ ചെയ്യാനും പാടുള്ളൂ എന്ന് പറഞ്ഞു. അവരെ ഗ്യാങ് ഹൗസിൽ നിന്ന് ഇറങ്ങാൻ തോന്നുന്നു. എക്സൽ അവർ ഗ്യാങ് ഹൗസിൽ നിന്ന് ഇറങ്ങിയാ ഓക്കെ. ഇതിന്റെ ഡിസിഷൻ എന്ന് പറഞ്ഞാൽ ഇത് പ്രീവാർ അവര് സിറ്റിയിലുള്ള അത്രയും പേര് പാർട്ടിസിപ്പേറ്റ് ചെയ്താലേ അവർ പ്രീവാറായിട്ട് കാൽക്കുലേറ്റ് ചെയ്യത്തുള്ളൂ. പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറയാം.
അവരിറങ്ങണം. ഞാൻ പറഞ്ഞു ടോക്കിയോ അതെ 1 2 3 4 അപ്പൊ പ്രീവർ ആയിരുന്നു 1 2 3 4 5 6 7 8 പ്രീവറായിരുന്നു. അവര് അങ്ങനെയാണെങ്കിൽ വാസനെ ഉടനെ വീട്ടിൽ വിളിച്ചേക്കണേ. ഇന്ന് അല്ല തീർന്നില്ല, ഇപ്പൊ വിളിക്കില്ലേ? 7 പേരെ കൂടെ ഉണ്ട്. ഇതാ 7 പേരെ കൂടെ അല്ല അപ്പൊ അവര് ഓൾ ഡൗൺ ഇട്ടത് എങ്ങനെയാണ്? അപ്പൊ നമ്മൾ ഓൾ ഡൗൺ അങ്ങനെ ചോദിച്ചില്ലല്ലോ. അത് ഓൾ ഡൗൺ നമ്മൾ ചോദിക്കാതെ അവർ ഓൾ ഡൗൺ ഇട്ടതാ. കഴപ്പല്ലേ അതൊക്കെ? അതിന് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അവരിപ്പോ ബാക്കിയുള്ള ഇറങ്ങുമോ? പറഞ്ഞിട്ടുണ്ട്. അവരിറങ്ങി വേറൊരു സംഭവങ്ങളുണ്ട്. അവര് നമ്മൾ ഓൾ ഡൗൺ ചോദിക്കാണ്ട് ഓൾ ഡൗൺ ഇട്ട് അത് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. അവരെ കൂടെ അടിച്ചു വന്നിട്ട് കത്തിച്ചടാ. അവിടെ നിൽക്കുന്ന എണീറ്റിരിക്കുന്ന ടോക്കനെ അടിച്ചു വന്ന് കത്തിച്ചേ. കത്തിച്ചു വിടാ, അവരെല്ലാം കത്തിച്ചു വിടും. വണ്ടി കയറി അമ്മമാര് ബാക്കിയുള്ള ആൾക്കാരും പറയും. അതും കൂടെ അടിച്ചിട്ട് വൈപ്പോയി. ഞാൻ എന്റെ ക്യാരക്ടർ ടോക്കിയോയിലെ മെമ്പേഴ്സ് നിങ്ങളുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തായിരുന്നോ? അവർക്ക് സിറ്റുവേഷൻ എടുക്കാൻ താല്പര്യമില്ലെന്ന്? ബ്രോ ഞാനൊരു കാര്യം പറയട്ടെ. നമ്മള് വിളിക്കുമ്പോ അവര് ഇങ്ങനെ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഞങ്ങൾ വേറെ ഗ്യാങ്ങുമായിട്ട് സിറ്റുവേഷൻ ആയെന്ന്. അപ്പൊ ഞങ്ങളുമായിട്ടുള്ള സിറ്റുവേഷൻ എന്ത് ചെയ്തെന്നാണ് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാത്തത്. ഇന്നലെ പറഞ്ഞത് ഇന്നലെ ഞാൻ പറയാം. ഫസ്റ്റ് സിറ്റുവേഷൻ ഇന്നലെ ഉണ്ടായപ്പം ഹലോ കേക്കോ ഫസ്റ്റ് സിറ്റുവേഷൻ ഇന്നലെ ഉണ്ടായപ്പോ ഞങ്ങൾ ഫോൺ വിളിച്ചപ്പോ ഞങ്ങളോട് ഓസി ആയിട്ട് സംസാരിച്ച്. അതായത് ഞങ്ങളുടെ അടുത്ത് പറയുവാണ്, സിറ്റിയില് ഞങ്ങളുടെ കോ ലീഡറിനും ലീഡറിനും കേറാൻ പറ്റുന്നില്ല. അത് നിങ്ങൾ ദൈവങ്ങളോട് വന്ന് പറഞ്ഞിട്ടുണ്ട്, ദൈവങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, POV കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾ നോർമലി ഇങ്ങനെയാണ് പറഞ്ഞത്. ഇന്ന് ഞങ്ങളുടെ അടുത്ത് വന്ന് സംസാരിക്കാന്നാണ് പറഞ്ഞത്. ഞങ്ങൾ മൾട്ടിപ്പിൾ ടൈംസ് വാർ ചാറ്റില് നമ്പർ ഇട്ട് കൊടുത്ത് മന്ദാരം ഇവരുടെ അടുത്ത് എല്ലാം സംസാരിച്ച് നമ്പർ ഇട്ട് കൊടുത്ത് ഒരു തരത്തിൽ നമ്മളെ വിളിക്കുന്നില്ല. നേരെ പോയി അവര് വേറെ സിറ്റുവേഷൻ ട്രിഗർ ചെയ്യാനാണ് ഇരിക്കുന്നത്. അപ്പൊ ഇന്നലെ ഞങ്ങളുടെ അടുത്ത് ഇങ്ങനെ ഓസി സംസാരിച്ചാണ് ഞങ്ങളെ സിറ്റുവേഷൻ ഹോൾഡ് ചെയ്തത്. അല്ലെങ്കിൽ ഞങ്ങൾ ഉള്ളവരെ പോയി അടിച്ചേനെ ബ്രോ. ഞങ്ങളത് ചെയ്തില്ല. അവര് ഓസി പറഞ്ഞ് നമ്മുടെ അടുത്ത് ഈ പറഞ്ഞ പോലെ ലീഡറിനും കോ ലീഡറിനും കയറാൻ പറ്റുന്നില്ല, അത് നിങ്ങൾ ദൈവങ്ങളെ POV കാണിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് പോയി. അതുകൊണ്ടാണ് ഞങ്ങൾ പിന്നെ അലമ്പാക്കണ്ടെന്ന് വിചാരിച്ച് ഇന്നലെ തന്നെ പോയി. ഇന്നത്തെ സിറ്റുവേഷൻ അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടോ? ഇന്ന് അവർക്ക് താല്പര്യം ഇല്ലെന്ന്? ഞാൻ പറഞ്ഞുതരാം, കറക്റ്റ് ആയിട്ട് പറഞ്ഞുതരാം. നമ്മൾ അവരെ ഇന്നത്തെ സിറ്റുവേഷനിൽ നമ്മൾ അടിച്ചു കൊന്നായിരുന്നു. അടിച്ച് കൊന്നിട്ട് അവര് നമ്മളെ വിളിച്ച് നമ്മൾ ഇത് സംസാരിക്കാൻ വിളിച്ച സമയത്ത് അവർക്ക് വേറെ ആരുടെ സിറ്റുവേഷൻ ഉണ്ട്, അവർക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞു. അവിടെ നിന്ന സമയത്ത് അവരുടെ 2 വണ്ടി വെളിയിലോട്ട് പോയി. അപ്പൊ നമ്മൾ അവിടെ സംസാരിക്കാൻ വേണ്ടി അവരുടെ പുറകിന് നമ്മൾ വന്ന്. അപ്പൊ അവര് വണ്ടി എങ്ങനെ നിർത്തുന്നില്ല, നേരെ ഓടിച്ച് അവർ ആ വീട്ടിലോട്ട് കയറ്റി. എന്നിട്ട് അവരുടെ തോക്കിന്ന് നമ്മളെടുത്ത് വെടിവെച്ചു. മനസ്സിലാക്കണം, നമ്മുടെ അവസ്ഥ ഒന്ന് മനസ്സിലാക്കണം. അതാ നമ്മളൊന്നും ചെയ്തിട്ടില്ല, അവർ നമ്മളൊന്നും ചെയ്തില്ല, വെടിവെക്കുകയോ ഒന്നും ചെയ്തില്ല. അവരോട് സംസാരിക്കാൻ വേണ്ടി പുറകിന് വന്നത് നമ്മള്. ആ സമയത്താണ് അവർ നമ്മളെ വെടിവെക്കുന്നത്. ദൈവം പറഞ്ഞത് നമ്മളെ അവർ വീണ്ടും വെടിവെച്ച് നമ്മൾ എന്താ ചെയ്യുന്നത്? എന്റെ മേത്തോണ്ട് എനിക്ക് കറക്റ്റായി നമ്മളെ വെടിവെച്ചവര് നമ്മളവരെ വെടിവെച്ചില്ലെങ്കിൽ പോലും നമ്മൾ സംസാരിച്ചേ, സുഹൃത്തെ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് താല്പര്യമില്ല ചോദിക്കാൻ വേണ്ടി പോയത് നമ്മള്. അപ്പോഴത്തേക്കാണ് അവര് നമ്മളെ വെടിവെച്ചത്. ഇങ്ങോട്ട് നമ്മളല്ല ഫയർ ചെയ്ത്, ദൈവം സംശയം അവരോട് ചോദിച്ചാൽ മതി. അവരാണ് ആദ്യമേ നമ്മളെ ഫയർ ചെയ്യുന്നത്. ഇന്ന് അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ അത് മാത്രം പറഞ്ഞതെങ്കിൽ ക്ലിയർ ആക്കായിരുന്നു. എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്? നിങ്ങൾ റേഡിയോയിലോ ഫോണിലോ എന്തെങ്കിലും വിളിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ അവർക്ക് ഇന്നത്തെ സിറ്റുവേഷൻ എടുക്കാൻ താല്പര്യമില്ല, അടിക്കാൻ താല്പര്യമില്ല. അവര് നമ്മളോട് പറഞ്ഞതുപോലെ നേരത്തെ വിളിച്ചപ്പം അവര് ഇന്നലെ വരാമെന്ന് പറഞ്ഞു, വന്നില്ല. അപ്പൊ നമ്മൾ അതിലെ കുറച്ച് പേരെ നമ്മൾ അടിച്ചു, അവര് ചത്തുപോയി. അത് ബാക്കി കുറച്ചുപേര് ജീവനോടുണ്ട്. അപ്പൊ അവരെവിടാന്ന് അറിയാൻ വേണ്ടി നമ്മൾ വിളിച്ചായിരുന്നു. അപ്പൊ അവര് പറയുക നമുക്ക് സംസാരിക്കാൻ താല്പര്യമില്ല. അല്ലല്ല എന്നെ വിളിച്ചിട്ട് ഞാൻ ചോദിക്കുമ്പോ ഇങ്ങനെയാണ് പറയണേ. ഞാൻ ചോദിക്കുമ്പോ അവർ ഇങ്ങനെയാണ് പറയണത്, ഞങ്ങൾക്ക് സംസാരിക്കാൻ താല്പര്യമില്ല, ഞങ്ങൾക്ക് സിറ്റുവേഷൻ എടുക്കാൻ താല്പര്യമില്ല എന്നാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കണേ. അപ്പൊ നമുക്ക് ഈ സിറ്റുവേഷൻ ഡെയിലി ഇങ്ങനെ ഓരോ ദിവസമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ വയ്യ ബ്രോ. ഒന്നെങ്കിൽ ഇത് തീർക്കണം. ഞങ്ങൾ ഇത്ര റിക്വസ്റ്റ് ചെയ്തുള്ളൂ, നിങ്ങൾ അറ്റ്ലീസ്റ്റ് ഒരു മീറ്റിംഗ് വിളിക്കുക, ഞങ്ങളോട് മീറ്റിംഗ് വിളിക്കുക, ഞങ്ങളോട് ഒന്ന് സംസാരിക്കും. ഇത്രയും ഞങ്ങൾ റിക്വസ്റ്റ് ചെയ്തുള്ളൂ, വേറെ ഒന്നും ചെയ്തില്ല. വേറൊരു കാര്യം പറഞ്ഞു, നമ്മള് കൂട്ടത്തിൽ നിന്ന് മന്ദാരം പറഞ്ഞു, അതായത് ബ്രോ ഇത്രേ ഉള്ളൂ, നിങ്ങളൊരു സോറി ഇട്ടൊരു വാർ ചാറ്റില് നമ്മൾ ഡ്രോപ്പ് ചെയ്തേക്കാം. അത് സംസാരിക്കാൻ വേണ്ടിട്ടാണ് നമ്മൾ പുറകിന് വീണ്ടും നമ്മളെ ഫയർ ചെയ്ത സിറ്റുവേഷൻ ഒരു സോറി പറയാൻ പറഞ്ഞു, അതും അവർക്ക് പറ്റത്തില്ല.
ഓക്കെ, അപ്പൊ ഞാൻ അപ്പുറത്ത് ഒന്ന് പോയി ക്ലിയർ ആക്കിട്ട് വരാം. പിന്നെ ഇപ്പൊ കണ്ടോ, ഇപ്പൊ പോലും KVP ലൊക്കേഷൻ ചോദിച്ചിരിക്കും. അവർ അതിന്റെ കൂടെ അടുത്തടിച്ചോണ്ടിരിക്കും അവിടെ. അതൊക്കെ എങ്ങനെയാണ്? ഓഹോ ബ്രോ ശരി. ഞാൻ എന്റെ അടുത്ത് പറഞ്ഞ കാര്യം ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞില്ലേ ബ്രോ? അഡ്മിൻ്റെ അടുത്ത് ഞാൻ മാനിപ്പുലേറ്റ് ഒന്നും ചെയ്തില്ല. ഞാൻ നേരെ തന്നെ പറഞ്ഞേ. ഞാൻ നേരെ കാര്യം പറഞ്ഞേ. ഞാൻ പറഞ്ഞ ഇത്രയേ ഉള്ളൂ, ഒരു മീറ്റിംഗ് വിളിക്കാം. അമ്മമാർക്ക് അതും പറ്റത്തില്ല. അമ്മമാർക്ക് അതിനു മുമ്പ് അമ്മമാർക്ക് മറ്റമ്മടുത്ത് സിറ്റുവേഷൻ എടുത്തേ പറ്റുള്ളൂ. ഞാൻ എന്തിനു പറയാൻ? നമുക്ക് രണ്ടുപേർക്കും പെർമനന്റ് ബാൻ. ഞങ്ങൾക്ക് രണ്ടുപേർക്കും പെർമനന്റ്. ഞാൻ എന്താ പറയാ റേസിസ്റ്റ് ആവണ്ടെന്ന് കരുതിയിട്ടാണ് ദൈവം. അത് കുഴപ്പമില്ല. എന്റെ പേര് ഡാർക്കാണ്. അപ്പൊ പറയൂ ഡാർക്ക്. അതായത് നിങ്ങളുടെ സൈഡിൽ നിന്ന് ആരോ വിളിച്ചിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സിറ്റുവേഷൻ കണ്ടു ഞാൻ താല്പര്യമില്ലാത്ത രീതിയിൽ. അതായത് നമ്മള് താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ടില്ല, ഞങ്ങൾ താല്പര്യം എന്ന് പറഞ്ഞിട്ടില്ല. ഞാൻ എന്റെ അടുത്ത് ഞാൻ പറഞ്ഞ ഇത്രേ ഉള്ളൂ. എന്റെ അടുത്ത് ഞാൻ ഇത്ര പറഞ്ഞു. ആദ്യം അവർ പറഞ്ഞു ഞങ്ങൾക്ക് സിറ്റുവേഷൻ എടുക്കാൻ തരാം. ഞാൻ പറഞ്ഞ സിറ്റുവേഷന്റെ അല്ല സഹോദര. ഇന്നലെ സിറ്റുവേഷൻ ട്രിഗർ ആയപ്പോൾ നിങ്ങളുടെ ലീഡറിനും കോ ലീഡറിനും കയറാൻ പറ്റുന്നില്ല എന്ന് നിങ്ങളുടെ ഒരു മെമ്പർ പറഞ്ഞായിരുന്നു. വന്ന ഉടനെ ഞങ്ങളോട് വന്ന് സംസാരിക്കാമെന്ന് പറഞ്ഞു. അത് സംസാരിക്കാനാണ് ഞാൻ വിളിക്കുന്നത്. അറ്റ്ലീസ്റ്റ് ഒരു മീറ്റിംഗ് വിളിക്കുന്നതാണ് ഞാൻ പറഞ്ഞത്. അവർ അതിന് പോലും റെഡി അല്ലാതാണ് KVP ആയിട്ട് പോയി സിറ്റുവേഷൻ ട്രിഗർ ആക്കിയത്. വാസുമോന് പിന്നെ വെറുതെ വിളിച്ച് നാണം കിടന്നാന്ന് വെച്ച് ഞങ്ങൾ മന്ദാരത്തെ കൊണ്ട് വിളിപ്പിച്ചു. അപ്പോഴും നമ്മൾ അവരോട് ആവശ്യപ്പെട്ട് ഇത്രേ ഉള്ളൂ, നിങ്ങൾ വാട്സാപ്പിൽ ഒരു സോറി ഇട്ടേര്, നമ്മൾ സിറ്റുവേഷൻ ഡ്രോപ്പ് ചെയ്തേക്കാം എന്ന് നമ്മൾ പറഞ്ഞു. പക്ഷെ അവർക്ക് അതിനും താല്പര്യമില്ല. അത് സംസാരിക്കാൻ വേണ്ടി നമ്മൾ അവരുടെ പുറകിന് പോയി. ബ്രോ ഒന്ന് നിൽക്കുമോ ചോദിക്കേണ്ടത്. പക്ഷെ എവിടെ നിൽക്കാൻ? അവർ നേരെ ആ വീട്ടിലോട്ട് വണ്ടി ഓടിച്ച് കയറ്റി നേരെ ഞങ്ങളെ ഫയർ ചെയ്യാനും തുടങ്ങി. ഞങ്ങളെ വെടിവെച്ചുകൊണ്ടാണ് ഇപ്പൊ നമ്മൾ അവരെ ഡൗൺ ആക്കിയത്, അല്ല മറ്റേ സിറ്റുവേഷന്റെ ബാക്കിയല്ല. ഈ പറയുന്നതിനെല്ലാം POs ഉണ്ടല്ലോ, എല്ലാത്തിനും PO ഉണ്ട്. പിന്നെ കൊടുത്തോണേ ഞങ്ങളുടെ ഇല്ലേ? എന്റെ ഒന്നുമില്ല. ഇത്രയും പ്രസംഗിച്ച നിന്റെയിലൊക്കെ ഉണ്ടെന്നുള്ളൊരു വിഷയം ഞാൻ ചോദിച്ചിട്ടില്ല. പറയുന്നത് കേട്ടോ? എന്റെ അമ്മ ഇങ്ങനൊക്കെ സിറ്റുവേഷൻ എടുക്കാൻ വേണ്ടി അപ്പാപ്പൻ എന്തൊക്കെ ചിന്തിച്ച് നമുക്ക് വല്ല ഇനി അടുത്തന്നെ പോയാ മതി. അവിടെ ഞാൻ പച്ച മലയാളത്തിൽ പറഞ്ഞല്ലേ വേണ്ട വേണ്ട വേണ്ട. അപ്പൊ അടിക്കണം അടിക്കണം എന്ന് പറഞ്ഞിട്ട് എന്നെ കൊണ്ട് ഇത്രയൊക്കെ കേട്ടാ. കൂട്ടത്തിലുള്ള കുറച്ച് പേര് സാങ്കേതിക തടസ്സങ്ങൾ കൊണ്ട് വെളിയിലോട്ട് പോയതുകൊണ്ട് അവർ തിരിച്ചു കയറാനുള്ള ടൈം കൊടുക്കണം എന്ന് മാത്രം പറഞ്ഞു. സാങ്കേതിക തടസ്സം കൊണ്ട് വെളിയിലോട്ട് പോയോ? അതായത് കണക്ഷൻ ടൈം ഔട്ടായി പോയി. ഓ മൈ ഗോഡ്, വലിച്ചുരി. ഐ ഡോണ്ട് നോ. അപ്പം അവർക്ക് അത് തിരിച്ചു തരാനുള്ള സമയം കൊടുക്കണം. ഞാൻ 5 മിനിറ്റ് പറഞ്ഞു, അവർക്ക് ഒരു 10 മിനിറ്റ് വേണമെന്നാണ് പറയുന്നത്. 10 മിനിറ്റ് വേണമെന്നാണ് പറയുന്നത്. ഓക്കെ, അല്ല ഇതിപ്പം അങ്ങനെയാണെങ്കിൽ 10 മിനിറ്റിനുള്ളിൽ അവര് നിങ്ങളെ കോണ്ടാക്ട് ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. 10 മിനിറ്റ്. ഡാർക്ക്, ഇത് അവർക്ക് മാറിക്കയറാനുള്ളൊരു അവസരമാണ് അല്ലേ? അതെ, എന്നുള്ള രീതിയിൽ ഒരു മാറ്റമാണ് ഉദ്ദേശിക്കുന്നത്. ഒരു കാര്യം നമ്മൾ ഇവിടുത്തെ ഇവിടുത്തെ എസ്കോർട്സ് ആരും ഒരു മീഡിയേറ്ററിനെ പോലെ ഒരു ഗ്യാങ്ങിന്റെ ഇടയ്ക്ക് നിൽക്കില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഡയറക്റ്റ് ആണ് അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ച് സംസാരിക്കുക, റേഡിയോ കണ്ടു ചെയ്ത് സംസാരിക്കണം. നമ്മൾ സംസാരിച്ചു. ഇത് അവരെ പറഞ്ഞുകൊണ്ട് ഞാൻ വന്ന് ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. നിങ്ങൾക്ക് അത് നിങ്ങൾ ചാറ്റിൽ പറയൂ. നിങ്ങൾ പ്രോപ്പറായിട്ട് ചാറ്റ്, അതിനാണ് ചാറ്റ് തന്നിരിക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ പ്രോപ്പറായിട്ട് റേഡിയോ നമ്പർ കൊടുത്തിട്ട് അതിനകത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അല്ല, ഈ 10 മിനിറ്റ് ഇവന്മാര് വന്ന് ഞങ്ങൾ സിറ്റുവേഷൻ നമ്മളോട് കണ്ടിന്യൂ എന്ന് പറഞ്ഞോ? ഞാനത് പറഞ്ഞു. കാരണം ഒരു ഫയർ സിറ്റുവേഷൻ ഇനിഷ്യേറ്റ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവരോട്ട് കണ്ടിന്യൂ ചെയ്തേ പറ്റത്തുള്ളൂ. പിന്നെ അപ്പൊ നമ്മളെടുത്ത ഹോസ്റ്റേജ് ഇത് പ്രീവാറായിട്ടല്ലേ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? അവർ കാൽക്കുലേറ്റ് ചെയ്യുന്നത് പ്രീവാറായിട്ടാണ്. നിങ്ങൾക്ക് പ്രീവാറായിട്ടല്ല കാൽക്കുലേറ്റ് ചെയ്തത്, വെറുതെ പോയത്. അങ്ങനെ വെടിവെച്ചിട്ട് കുറച്ച് ആൾക്കാർ എന്തിനാ വെടിവെച്ചെന്ന് ചോദിക്കാൻ ഹോസ്റ്റേജ് എടുത്തേ. ആദ്യം ഒരു ഇനിഷ്യൽ സിറ്റുവേഷൻ നടന്നായിരുന്നോ? അത് നടന്നു. നമുക്ക് താല്പര്യമില്ലാന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ എന്തുകൊണ്ട് താല്പര്യമില്ലാന്ന് ചോദിക്കാൻ വന്നപ്പോ വീണ്ടും കുറച്ച് ആൾക്കാർ ഇത് നിങ്ങൾ പ്രോപ്പറായിട്ട് അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ഇതിനകത്ത് എനിക്ക് പുറത്ത് POs ഒക്കെ ചെക്ക് ചെയ്തിട്ടുണ്ട്. അത് സാങ്കേതികം. നിങ്ങളിത് പ്രീവാറാണെന്ന് പറഞ്ഞത് കൊണ്ട് നമ്മൾ അവരുടെ ഹോസ്റ്റേഴ്സിനെ കത്തിച്ചു വിട്ടായിരുന്നേ. അവരൊന്ന് തിരിച്ചു വരാൻ പറയൂ. ഉപകാരമായിരിക്കും. തിരിച്ചു വരാൻ പറയുമെന്ന്. എന്തിന്? ഞങ്ങൾക്ക് ഹോസ്റ്റേജ് എടുക്കാൻ അത് നമ്മൾക്ക് പറയാൻ പറ്റത്തില്ലല്ലോ. എന്താണ് ഡാർക്ക്, നിങ്ങളുടെ വാക്ക് കേട്ടിട്ടല്ലേ നമ്മൾ ഇത് പറഞ്ഞു വിട്ടത്. ഇപ്പൊ നിങ്ങൾ പറയുന്നു അത് നിങ്ങൾ വാക്ക് പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ ശരി വന്നത്? ഇതിനകത്ത് രണ്ട് സൈഡും പറഞ്ഞേക്കുന്ന ആദ്യം പ്രീവാറിനാണ്. അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. ഞാൻ സിമ്പിൾ എക്സാമ്പിൾ പറയാം. ഡാർക്ക് എന്റെ അടുക്ക് വന്നിട്ട് പറഞ്ഞു ഇത് പ്രീവാർ അല്ലേ. അപ്പൊ ഞാൻ ചോദിച്ചു, മിസ്റ്റർ ഡാർക്ക്
ഇവിടെ ഒരു പ്രീവാറിൽ 15 പേര് കളിക്കണ്ടേന്ന് ചോദിച്ചു. ആകെ 7 പേരെ ചത്തട്ടുള്ളൂ എന്ന് പറഞ്ഞു. പിന്നെ എങ്ങനെയാണ് ഇത് പ്രീവാർ എന്ന് നിങ്ങൾ വിളിക്കുന്നത് ഞാൻ ചോദിച്ചു അല്ലേ ഡാർക്ക്? അതെ. അപ്പൊ അത് പ്രീവാർ ആവോ ഡാർക്ക്? അപ്പൊ ഞങ്ങളുടെ ഹോസ്റ്റേജ് ഞാൻ അതാ പറഞ്ഞേ, ഹോസ്റ്റേജ് അല്ല, അവരോട് ബാക്കി പ്രീവാർ കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിട്ട് ബാക്കി സിറ്റിയിലുള്ള അത്രയും പ്രീവാർ അല്ല ഡാർക്ക് സിറ്റുവേഷൻ ആണിത്. അങ്ങനെയാണെങ്കിൽ പ്രശ്നമുണ്ട്. നിങ്ങൾ ആരാണ് ഏറ്റവും കൂടുതൽ ഡൗൺ ആയ ഫസ്റ്റ് ഇനിഷ്യൽ സിറ്റുവേഷനിൽ? അവരുടെ ചോയ്സ് ആണ് ഇനി അത് കണ്ടിന്യൂ വേണ്ടത്. അവരുടെ ചോയ്സ് ആണ് ഡാർക്ക്. എനിക്കറിയാം, നമ്മളത് അവരോട് ചോദിക്കാൻ വേണ്ടിയില്ല പുറകിന് പോയേ. അപ്പൊ അവർ നമ്മളെ വെടിവെച്ചു. വീണ്ടും ചോയ്സ് അവരുടെയാണ്. അല്ല, അവർ ഡൗൺ ആയിട്ടില്ല. നമ്മൾ ഡൗൺ ആക്കി ഹോസ്റ്റേജ് എടുക്കാൻ പോകില്ല. കാരണം ഈ സിറ്റുവേഷൻ അവരുടെ തീരുമാനിക്കാം. നമ്മൾ ഹോസ്റ്റേജ് എടുത്തില്ലെങ്കിൽ അപ്പോഴും പറയുന്നത് അത് ഇനിഷ്യൽ സിറ്റുവേഷൻ ആയിട്ടല്ലേ AP പറയുന്നത്. അതിനാണ് ഞാൻ പറഞ്ഞത്. ഇനിഷ്യൽ സിറ്റുവേഷനിൽ നമുക്ക് ഹോസ്റ്റേജിന് എടുക്കാൻ പറ്റുമോ ഡാർക്ക്? പറയൂ. പറ്റും. അപ്പൊ നമ്മൾ എടുത്ത ഹോസ്റ്റേജ് അല്ലേ ഡാർക്ക് പറഞ്ഞ് നമ്മൾ അവർക്ക് കൊന്നു വിട്ടത്. അപ്പൊ നമ്മൾ ഹോസ്റ്റേജ് എടുത്ത് കഴിഞ്ഞാൽ സിറ്റുവേഷൻ അവിടെ എന്താ ഡാർക്ക്? നമുക്കത് കണ്ടിന്യൂ ചെയ്തൂടെ? അങ്ങനെ പറഞ്ഞു വരുമ്പോ നമുക്ക് ഹോസ്റ്റേജ് തരണ്ടേ ഡാർക്ക്? അങ്ങനെ ശരിയാണ്, തരേണ്ടതാണ്. സാരല്ല ഡാർക്കിനെ നമുക്ക് ഒരുപാട് വിഷമിക്കാൻ താല്പര്യമില്ല. വാസ്തവനെ നമുക്കിത് ബാക്കിയുള്ള പ്രീവാറായിട്ട് കണ്ടിന്യൂ ചെയ്താൽ ബാക്കിയുള്ള 7 പേരെ കൂടെ കൊന്നാലോ? അതെ, ബാക്കി 7 പേരോടെ നമ്മൾ അടിക്കാറുണ്ട്. നമുക്ക് ബാക്കിയുള്ള 7, 8 എന്ന് വെച്ചാൽ അത്ര കൂടെ കേറിക്കോളാം എക്സ്ട്രാ. അവനെ അടിച്ചേരാ കേട്ടോ. അവനായ 7ാമത്തെ ഒരാളാണെങ്കിലോ കൊടുക്കല്ലേ? ഞാൻ സോറി പറയുന്നു. അവൻ ചെയ്ത തെറ്റിന് ഞാൻ സോറി പറയുന്നു. പ്ലീസ്. ചാറ്റിൽ ഇങ്ങനെ ഇടാൻ പാടില്ല ബ്രോ. അവനാണ് ഇന്നലെ കൊടച്ചത്. അവനാ ഇന്നലെ കൊടച്ച, അവനെ കൊടച്ച് കുഞ്ഞുവന്റെ മോനെ കൊണ്ടുപോകല്ലേ. അവനാ ചോയ്സാർക്കിങ് ഇന്നലെ കൊണ്ടുവരാൻ പറഞ്ഞു. എടാ ഇവ അവനാണ് നമുക്ക് ഇന്നലെ വന്നെടുത്തേ. അതെ. അവനാണ് നമ്മുടെ ഗ്യാങ്ങിനൊക്കെ പറഞ്ഞ് കൊണച്ചത്. ഇവിടെ എന്തൊക്കെയാണ് നടക്കണേ? അപ്പാപ്പന്റെ ഒരു കൺവേർട്ട് കണ്ടില്ലേ? ഏതല്ലേ പിന്നല്ലാതെ ഇത് എന്തിനു ചെയ്യണ ഇതിനി? പെർമനന്റ് ആയിരിക്കണേ. ഞാൻ വരാനുള്ള കുഴപ്പമില്ലല്ലോ. നല്ല മണി കേട്ടോ. എന്നോട് ക്ഷമിക്കണം ഡാർക്ക്. എനിക്ക് പറയണമെന്ന് വെച്ചാൽ നമ്മള് കംപ്ലീറ്റ്ലി ഇത് അപ്പാപ്പന്റെ കോളിലാണ് ഈ സിറ്റുവേഷൻ മൊത്തത്തിൽ എടുത്തേക്കുന്നത്. അപ്പാപ്പൻ പറയണ രീതിയിലാണ് നമ്മൾ ഇപ്പൊ ഇത് ഇന്ന് കൊണ്ടുവരുന്നത്. കാരണം നമ്മള് പുതിയ ലൈനപ്പും കാര്യങ്ങളൊക്കെ ഇങ്ങനെ പരീക്ഷിക്കുന്നുണ്ട്. ഇന്ന് അപ്പാപ്പനെ ഫുള്ള് ഏൽപ്പിച്ചേക്കാണ്. അപ്പൊ പുള്ളിയുടെ ഐജിയിലിംഗ് ഒക്കെ എങ്ങനെ ഉണ്ടെന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു സിറ്റുവേഷൻ ആയിരുന്നു ഇന്ന്. അപ്പൊ പുള്ളിയാണ് കംപ്ലീറ്റ് ഇതിന്റെ പ്ലാൻസും കാര്യങ്ങളൊക്കെ ഇന്ന് എക്സിക്യൂട്ട് ചെയ്ത് നമ്മുടെ അടുത്ത് ഇതാക്കിയത്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ അപ്പാപ്പനെ കൊണ്ട് സംസാരിപ്പിക്കുന്നത്. ഒരു 5 ദിവസത്തേക്കുള്ള എനിക്കുണ്ട്. അപ്പൊ ഇപ്പൊ തരുന്നോ അതോ നാളെ വന്ന് വാങ്ങിയാൽ മതി? അതാ പറയാം, പുറത്ത് വന്നിട്ട് മതി. ഓക്കെ ഷുവർ. അപ്പൊ നാളെ തന്നെ അല്ല, കൈയോടെ ഇത് കഴിഞ്ഞ് ഞാൻ വന്നേക്കാം. 5 ദിവസത്തേക്ക്. അപ്പൊ എനിക്ക് 5 ദിവസം ലീവ് വേണം. ഇപ്പൊ ഈ ഒരു സിറ്റുവേഷൻ ലീവ് തരാൻ ബുദ്ധിമുട്ടുണ്ട്. ഇത് കഴിഞ്ഞു മതി. അല്ല, ലീവ് തന്നാലും ഇല്ലെങ്കിലും പോയിട്ട് വിസ അടിച്ച് ടിക്കറ്റ് എടുത്തു. എന്റെ വിസ കയറി, ഫ്ലൈറ്റ് കയറിയാ മതി. ഞാൻ 6-ാം തീയതി വരാം. വാസവനെ കൺസേവന്റ് അടിച്ച് തീർത്തേക്കണേ. വാസവനല്ലേ നൈസായിട്ട് കൊടുത്തത്. ഞാൻ സത്യമല്ലേ പറഞ്ഞേ? അതെ, സത്യം പറഞ്ഞത്. അതുകൊണ്ടാ പറഞ്ഞത് 5 ദിവസം കിട്ടുമെന്ന്. അപ്പാപ്പ ഒന്നാമത് നമ്മളെ ആളില്ല അപ്പാപ്പ. ഇതൊരു 4 ദിവസം ആക്കാൻ വല്ല വഴിയുണ്ട്? 4 അല്ലെങ്കിൽ 3 ദിവസം തന്നിട്ട് 2 ദിവസം പിന്നെ വാങ്ങിയാൽ മതിയോ? ഇടയ്ക്ക് തിരിച്ച് ഫ്ലൈറ്റ് ടിക്കറ്റ് എടുക്കാനോ? അതെ, ചാർജ് കൂടുതലാണ് ടിക്കറ്റിനൊക്കെ. അപ്പാപ്പൻ പെർമനന്റ് ബാങ്ക് കേട്ടാ സിറ്റിന്ന് ആണല്ലേ? അതാണ് ഫൈനൽ ഡെസിഷൻ. ഇപ്പം അഡ്മിനെ കൺവിൻസ് ചെയ്തേനെന്ന് പേടിക്കുന്നത് എല്ലാം പറഞ്ഞ്